ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്കൊരു കാർഡ്ബോർഡ് പീസാണ് വേണ്ടത്. അപ്പോൾ കേക്ക് വാങ്ങിയപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നായിട്ട് നമുക്കൊരു കുഞ്ഞൻ പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ വരച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോണത്. പിന്നെ ഹാർട്ട് ഷേപ്പിൽ തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലെടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഹാർട്ടിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ വരച്ചെടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റെഡ് കളറിലെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുക്കണേ. എന്നിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതിന് മുകളിലേക്കായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ആദ്യം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ 2 ഹാർട്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ 2 സൈഡിലായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഇത് ഓൾറെഡി പശയുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോളോ മറ്റ് ഗ്ലൂവോ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഒട്ടി നിൽക്കാനായിട്ട് കുറച്ച് നേരം എടുക്കും. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുമേലായിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു പീസ് ഇതുമേലായിട്ട് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആ ഒരു പീസ് ആ ഒരു കാർഡ്ബോർഡിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തായിരുന്നു. പിന്നെ അത് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ചങ്ങ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോഴേ അതെന്തോ കാണാനായിട്ട് അത്ര ഒരു ഭംഗി തോന്നില്ല. അപ്പോൾ ഞാനതെടുത്ത് അങ്ങ് മാറ്റിയായിരുന്നു. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കല്യാണക്കുറി വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്തില്ലായിരുന്നോ, അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലത്തെ ഒരു പിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ആ ഒരു ഫോം ഷീറ്റിൻ്റെ സൈഡിലേക്കായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ലെറ്ററിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ഹാർട്ട് ഷേപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ലെറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ പീസൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വൈറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസിലൊക്കെ ആയിട്ട് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അധികം പണിയൊന്നുമില്ല കേട്ടോ, എളുപ്പത്തിൽ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഹാർട്ട് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലേക്കായിട്ട് ഈ ഒരു പീസ് കൂടി ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് മാറ്റിയത്. എനിക്കെന്തോ കണ്ടപ്പോൾ അത്ര അങ്ങ് ചേർന്ന് പോകുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതുമേലായിട്ട് കുറച്ച് ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ബീഡ്സൊക്കെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചേ. പക്ഷെ എന്തോ എനിക്കത് അത്ര അങ്ങ് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ നമ്മളതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു ലെറ്ററിൻ്റെ ബാക്കിയുള്ള പീസാണ് എടുത്തേക്കണേ. അതുമേലായിട്ട് നമ്മൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊന്ന് എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിക്കറൊക്കെ വെട്ടുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. എന്നിട്ട് നമ്മുടെ ഫോം ഷീറ്റിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ സ്പോഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതുമേലായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ റിംഗ് ഒക്കെ വെക്കാൻ പറ്റിയ രീതിയിൽ 2 ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് റിംഗ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഗിഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതെനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ്, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ആനിവേഴ്സറി ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.